ഇന്നായിരുന്നു SSLCയുടെ ആദ്യത്തെ എക്സാം. ലാംഗ്വേജ് ആണ്, അറബി മലയാളം സബ്ജക്റ്റുകൾ. ഇനി ഏതെങ്കിലും 10ാം ക്ലാസ്സിലെ കുട്ടികളെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ, കസിനാവാം, ഫ്രണ്ട് ആവാം, അയൽവാസിയാവാം, ആരുമാവട്ടെ, എന്നിട്ട് നിങ്ങൾ വെറുതെ ചോദിച്ചു നോക്കാം, എജുപോർട്ടിലെ അറബി സാർ, അതായത് സഹീർ സാറും മലയാളം എടുക്കുന്ന ജയ്സൽ സാറിന്റെ ക്ലാസ് എന്താ പാട്, ഇന്നത്തെ ലൈവിൽ ഞങ്ങളൊന്ന് കയറട്ടെ എന്ന് അവരോട് അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രം കയറിയാൽ മതി. ഒരു പേടിയില്ല, അല്ലെങ്കിൽ ഒരു മടിയില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കുക. മക്കൾ എന്തുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻറ്റോട് കൂടി പറയാനുള്ള കാരണം എന്നറിയാം മക്കൾക്ക്? നമ്മുടെ സ്റ്റാർട്ടിങ് അടിപൊളിയാവണം. എന്ത് കാര്യത്തിലാണെങ്കിലും SSLCയുടെ സ്റ്റാർട്ടിങ് ആയിരുന്നു ഇന്ന് എല്ലാ മക്കളും പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻറ്റ് കൂടി. അത് കുട്ടികൾ പറയുന്നുണ്ട്, അതൊരു പക്ഷേ സാറേ ഞങ്ങൾക്ക് പ്രശ്നമാവും, ഞങ്ങൾക്ക് ഓവർ കോൺഫിഡൻ്റ് ആയി എന്നാണ് പറയുന്നത്. കാരണം അവർ അത്രത്തോളം അടിപൊളിയായിട്ട് ക്രിസ്മസ് എക്സാമിനോ മോഡൽ എക്സാമിനോ ഓണം എക്സാമിനോ എഴുതാത്ത അത്രയും ഞങ്ങൾക്ക് എഴുതാൻ പറ്റി. അതായത് പറഞ്ഞ ക്വസ്റ്റ്യൻസ് വന്നു എന്നല്ല. നമ്മുടെ സീർ സാർ എപ്പോഴും പറയുന്ന കാര്യമാണ്, ജയ്സൽ സാർ എപ്പോഴും പറയുന്ന കാര്യമാണ്, എടാ നമ്മൾ പഠിപ്പിച്ചതേ എക്സാം പേപ്പറിൽ വന്നു എന്ന് പറയുന്നതിൽ എത്ര വലിയ കാര്യമൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ പഠിപ്പിക്കുകയാണ്, ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ അധ്യാപകരല്ല, അപ്പോൾ നമുക്കറിയാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷേ നമ്മൾ പഠിപ്പിച്ചത് ഒരു കുട്ടിക്ക് പഠിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിലപ്പുറം എന്ത് സന്തോഷമാണ് നമുക്ക് വേണ്ടത്? അത് ഭയങ്കര ആത്മാർത്ഥതയോടുകൂടി പറയുന്നതാണ്. ഇന്നലെ SSLC എക്സാമിൻ്റെ തലേന്ന് നമ്മളെ 2 സാർമാരും പള്ളിയിൽ പോയിട്ട്, ഞാൻ തമാശക്ക് പറഞ്ഞു, എന്താ ഇപ്പം ദുആ ചെയ്യുന്നത്, കുട്ടികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അവർ പറഞ്ഞത്, എടാ എല്ലാ പ്രാവശ്യം കുട്ടികൾ ദുആ ചെയ്യാൻ പറയുന്നുണ്ട്, അപ്പോഴും നമ്മളിത് കാര്യമായിട്ട് എടുക്കില്ല, പക്ഷെ ഇന്ന് നമ്മുടെ തുടക്കമാണ്, കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. മക്കളെ, പ്രാർത്ഥന കേട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കാം. എന്തായാലും ഇന്നത്തെ എക്സാം കുട്ടികളൊക്കെ തൂക്കി. ഇനി മക്കളോട് പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് ആദ്യത്തെ എക്സാം ലാംഗ്വേജ് ആണ്. അതായത് മലയാളം ആവട്ടെ, അറബി ആവട്ടെ. ഇന്ന് കേരളത്തിൽ, അങ്ങനെ തന്നെ ഞാൻ പറയാം, ഇന്ന് കേരളത്തിൽ ലാംഗ്വേജ് ഇത്ര ഭംഗിയായിട്ട് പഠിപ്പിക്കുന്നവരുണ്ടാവും, ഇല്ല എന്നല്ല. പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് മക്കളെ ഇപ്പോഴും പറയാണ്, എജുപോർട്ട് തുടങ്ങുമ്പോൾ, ഒരു കൊറോണ കാലത്ത് എജുപോർട്ട് ഇങ്ങനെ ഉയർന്നു വരുന്ന സമയത്ത് മലയാളം, അറബി, അന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഏതാണ് ചാപ്റ്റർ എന്ന് പോലും അറിയാതെ നിൽക്കുമ്പോൾ, മലയാളത്തിലുള്ള ചാപ്റ്റർ ഏതാണ്, അറബിയിലുള്ള ചാപ്റ്റർ ഏതാണ്, ക്വസ്റ്റ്യൻ ഏതെന്ന് അറിയാത്ത ഒരിക്കലും മുന്നിലേക്ക് വന്ന സഹീർ സാറും ജയ്സൽ സാറും ഇപ്പോഴും ഇപ്പോഴും ഏകദേശം 5-6 വർഷങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളെ പഠിപ്പിക്കാൻ ഇവിടെ ഉണ്ടെങ്കിൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, അവരുടെ ക്ലാസ് തന്നെയാണ്, അവരുടെ പഠിപ്പിക്കുന്ന സ്റ്റൈല് തന്നെയാണ്. നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിക്കാം, +2 കഴിഞ്ഞവരോട് ചോദിക്കാം, ഡിഗ്രി ഇപ്പോൾ പഠിക്കുന്നവരോട് ചോദിക്കാം. എജുപോർട്ടിലെ സഹീർ സാർ, അറബി സാറും അതുപോലെ തന്നെ മലയാളം എടുക്കുന്ന ജയ്സൽ സാറും എന്തായാലും ഞങ്ങൾ ക്ലാസ് കണ്ടോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ ഒറ്റയടിക്ക് പറയും, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ കാരണക്കാർ അവർ തന്നെയാണ്. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ തന്നെയാണ് 99% കാരണക്കാർ. കാരണം നിങ്ങൾ പഠിച്ചത് കൊണ്ടാണ്. അതിൽ 1% മാത്രമാണ് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, ബാക്കി 99% നിങ്ങളുടെ ചുറ്റുപാടുകൾ തന്നെയാണ്. മക്കളെ, ഇന്ന് കൃത്യം 7:30 നിങ്ങൾ വരണം. ഇന്ന് കൃത്യം 7:30 നിങ്ങൾ വന്നിട്ട് സെറ്റാക്കി തരും. നമ്മൾ ഇന്നത്തെ 7:30 ലൈവിൽ നമ്മൾ നിങ്ങളെ സെറ്റാക്കി തരും. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്, നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും പഠിക്കാനുള്ള മനസ്സോടുകൂടി 7:30 വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ലാംഗ്വേജ് നമ്മൾ അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരും. ഒരു ടെൻഷനും വേണ്ട, ഒരു മടിയും വേണ്ട, കൂളായിട്ട് എക്സാമിന് ഒരിക്കലും ഭയപ്പെടേണ്ടല്ല. അവരുടെ ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും, ഓ എക്സാമിനൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഒരു മിതത്വത്തിൽ, ഒരു ലാളിത്യത്തോടുകൂടി ഒരു കമന്റിനെ ഞാൻ വായിച്ചിട്ടുണ്ട്, പെറ്റമ്മ മക്കളെ നോക്കുന്ന പോലെയാണ് നമ്മുടെ സഹീർ സാർ അറബി പഠിപ്പിക്കുന്നതെന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ കമന്റുകളും പല ടീച്ചേഴ്സിന്റെ കാര്യത്തിലുണ്ട്. സഹീർ സാർ ആവട്ടെ, ജയ്സൽ സാർ ആവട്ടെ, മക്കൾ ചെയ്യേണ്ടത് ഇന്ന് കൃത്യം 7:30 വരാം. ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്, നമ്മുടെ ആദ്യത്തെ പബ്ലിക് എക്സാമിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. അതായത് ഹൈസ്കൂളിൽ കയറിയിട്ടുള്ള ആദ്യത്തെ പബ്ലിക് എക്സാം ആണ്. നമ്മൾ അടിപൊളിയാക്കും മക്കളെ. ഇനി നിങ്ങൾ 9ാം ക്ലാസ്സിലേക്ക് ഈ എക്സാം വെച്ചിട്ടാണ് 9ാം ക്ലാസ്സിൽ നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ തീരുമാനിക്കല്. നന്നായിട്ട് പഠിക്കണ്ടേ, സെറ്റാക്കണ്ടേ, അടിപൊളിയായിട്ടുണ്ടാവും. താങ്ക് യു.